വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27 തിരുവചനം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. നമുക്കൊരുമിച്ച് പറയാം, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. കരങ്ങളുയർത്തി വീശിക്കൊണ്ട് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ സമാധാനം ഉള്ളിൽ നിറഞ്ഞ് കവിഞ്ഞ് പറയട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? സമാധാനം. പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനത്തെക്കുറിച്ചാണ് നമ്മൾ ഏതാനും ആഴ്ചകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. നമുക്ക് സമ്പത്തുണ്ടായാലും, എല്ലാ വിധത്തിലുള്ള സമൃദ്ധിയുണ്ടായാലും, എല്ലാ സൗകര്യങ്ങളുണ്ടായാലും സമാധാനമില്ലെങ്കിൽ ജീവിതത്തിന് സന്തോഷമുണ്ടാകുമോ? ഉണ്ടാകില്ല. നമ്മുടെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, എന്തിൻ്റെങ്കിലുമൊക്കെ കുറവുണ്ടാകുമ്പോൾ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് എന്താണ്? സമാധാനമായിരിക്കും, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ. ഞങ്ങളെ സമാധാനത്തിൽ നിലനിർത്തണമേ. ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ. ഞങ്ങളെ സമാധാനത്തിൽ നിലനിർത്തണമേ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സമാധാനമെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. ഒരു പ്രതിസന്ധിയോ ഒരു പ്രശ്നമോ ഇല്ലാത്ത അവസ്ഥയല്ല, ഒരു സംഘർഷമോ മനോവേദനയോ ഇല്ലാത്ത അവസ്ഥയ്ക്കല്ല സമാധാനമെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനമെന്ന് പറയുന്നത് ഒരു ആന്തരികമായ ശാന്തതയാണ്, മനസ്സിന്റെ സ്വസ്ഥമായ അവസ്ഥയാണ്, അല്ലാതെ പ്രതിസന്ധികളില്ലാത്ത അവസ്ഥയല്ല. ഭയങ്കരമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും, ഏതെങ്കിലും രീതിയിലുള്ള രോഗപീഠകളിലൂടെ കടന്നു പോകുമ്പോഴും അവയെല്ലാം ശാന്തതയോടെ, സ്വസ്ഥതയോടെ നേരിടുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനമുള്ളിലുള്ളത് കൊണ്ടാണ്. അല്ലാത്തവർക്ക് ഒരിക്കലും അത് സ്വീകരിക്കുവാനായിട്ട് പറ്റില്ല. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. വിശ്വാസത്തോടെ വിളിക്കാം, ഹൃദയശുദ്ധിയോടെ വിളിക്കാം, ബോധ്യത്തോടെ വിളിക്കാം. മനസ്സിന് ശാന്തത തരണമേ, മനസ്സിന് സ്വസ്ഥത നൽകണമേ. കുടുംബത്തിൽ സമാധാനം പുലരട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു ടീച്ചറുണ്ട്, ക്രിസ്റ്റീന ടീച്ചർ, മരിച്ചുപോയി. ആ ടീച്ചറിന് അന്ത്യകുദാശ കൊടുക്കാത്ത അച്ഛന്മാരില്ല. ഒരു മഠത്തിൽ, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ടീച്ചറായിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു മഠത്തിലാണ് താമസിക്കുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ട്. 90 വയസ്സ് കഴിഞ്ഞിട്ടും ആ മുഖത്തിൻ്റെ ആ ചൈതന്യം, അത് നമ്മൾ 2 പ്രാവശ്യം നോക്കും ആ മുഖത്തേക്ക്. അത്രമാത്രം തേജസ്സുള്ള ഒരു മുഖമായിരുന്നു. ആകെ കൂടെയുള്ള പ്രശ്നം എന്ന് പറയാൻ ചെവിക്കിത്തിരി കേൾവിക്കുറവുണ്ട്. ഞാനൊരു ദിവസം പറമ്പിൽ ഇങ്ങനെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർമാർ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ക്രിസ്റ്റീന ടീച്ചറിന് അന്ത്യകുദാശ കൊടുക്കണം, വളരെ സീരിയസ് ആണ്. അച്ഛൻ ഓടി വരണം. വിളിക്കാനൊന്നും സമയമില്ലായിരുന്നു. കൈയും കാലും ഒക്കെ കഴുകി വേഗം കുപ്പായമൊക്കെ ഇട്ട് കുർബാനയും അനോയിന്റിങ്ങുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റീന ടീച്ചർ എന്നോട് ചോദിക്കുകയാണ്, അച്ഛന് സുഖമാണോ? പ്രിയപ്പെട്ടവരെ, അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ടും എപ്പോഴാണ് മരിച്ചെന്നറിയില്ല, ആ 1 വർഷം ഞങ്ങൾ പോരുന്നവരെ ടീച്ചർ മരിച്ചിട്ടില്ലായിരുന്നു. ഓരോ സമയത്തും ഇതുപോലെ ഓരോ അച്ഛന്മാരും കൊണ്ട് ഈ ക്രിസ്റ്റീന ടീച്ചറിന് അന്ത്യകുദാശ കൊടുക്കും. പറഞ്ഞു വരുന്നത്, ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ രോഗാവസ്ഥയിലൂടെ കടന്നു പോയാലും മനസ്സിന്റെ ശാന്തത, സ്വസ്ഥത ഒരിക്കലും ഈ ടീച്ചറിന്, ഈ പ്രായമുള്ള ഈ അമ്മച്ചിക്ക് ഒരിക്കലും നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. മരണക്കിടക്കയിലായിരുന്നിട്ട് പോലും മറ്റുള്ളവരോട് സുഖവിവരങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്കൊരിക്കലും ആ മുഖം കണ്ട് ഞാൻ മരിക്കുമെന്ന് തോന്നില്ല. അപ്പം നമ്മൾ സിസ്റ്റർമാരെ പഴിക്കും, അല്ലേ? ഒരു കുഴപ്പമില്ലാത്ത ഈ ടീച്ചറിന് എന്തിനാണ് അന്ത്യകുദാശ കൊടുക്കുന്നത്? ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ നമ്മോട് പറയുന്നത്, ഭൂമിയിലുള്ള ഒരു സാഹചര്യവും നിന്നെ അസ്വസ്ഥനാക്കാതിരിക്കട്ടെ എന്നാണ്. ഭൂമിയിലുള്ള ഒരു സാഹചര്യവും നിന്നെ അസ്വസ്ഥനാക്കാതിരിക്കട്ടെ. നിന്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയും നിന്റെ സമാധാനത്തെ കെടുത്തിക്കളയാതിരിക്കട്ടെ എന്നാണ് അമ്മ ത്രേസ്യ പറയുന്നത്. കാരണം ഇന്നത്തെ പ്രതിസന്ധികളും ഇന്നത്തെ സംഘർഷങ്ങളും താൽക്കാലികം മാത്രമാണ്. ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം അതൊക്കെ താൽക്കാലികമായിട്ടുള്ള ഇതാണ്, അല്പായുസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കുന്നതൊന്നുമല്ലാതെ. അതുകൊണ്ട് നമ്മൾ പ്രത്യാശ വയ്ക്കേണ്ടത് ഒരിക്കലും കടന്നു പോകാത്ത ദൈവത്തിലാണ്. ദൈവത്തിന് മാത്രമേ ശാശ്വതമായ ഒരു സമാധാനം നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്വിച്ചിട്ടാ കിട്ടുമോ? ഇല്ല. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുമോ? ഇല്ല. നമുക്ക് പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ദൈവത്തിന് മാത്രമാണ് ഈ ശാശ്വതമായ സമാധാനം നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പരിശുദ്ധാത്മാവിന്റെ ദാനമെന്ന് വിശേഷിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ജീവിതത്തിൽ ഈശോ എങ്ങനെയാണ് സമാധാനമെന്ന ഈ കൃപ ആസ്വദിച്ചതെന്നതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു പോയ ബാലനായ യേശുവിന്റെ സമാധാനത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. തൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായുണ്ടായ വേദനാജനകമായ ഒരു പ്രതികൂല സാഹചര്യത്തെ ബാലനായ ആ യേശു ആ ദേവാലയത്തിൽ എങ്ങനെ ശാന്തതയോടെ നേരിട്ടു എന്നതിൻ്റെ ഒരു നേർചിത്രമാണ് ആ സംഭവം നമ്മൾ ബൈബിളിൽ വായിക്കുന്നത്. ഈശോയുടെ മനസ്സൊരിക്കലും അസ്വസ്ഥമായില്ല. തൻ്റെ മാതാപിതാക്കന്മാരെ നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായിട്ടും, അല്ലേ, യേശുവിന് മനസ്സമാധാനം നഷ്ടപ്പെട്ടില്ല. സ്വസ്ഥതയോടുകൂടി ആ ദേവാലയത്തിലായിരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ സംഭവത്തെക്കുറിച്ച് പഠിച്ചു. വളരെ പ്രക്ഷുബ്ധമായ ഒരു കാലാവസ്ഥയിൽ, ഒരു വിഷമഘട്ടത്തിൽ ഈശോ ശാന്തമായിട്ട് ആ വഞ്ചിയിൽ ഉറങ്ങുകയായിരുന്നു. സംഘർഷം നിറഞ്ഞ, മനോധൈര്യം ചോർന്നു പോകുന്ന ഭയാനകമായ അത്തരമൊരു സാഹചര്യത്തിൽ ഈശോയ്ക്കുറങ്ങാൻ കഴിഞ്ഞതിന്റെ കാരണം ഈശോയുടെ ഉള്ളിലുള്ള സ്ഥിര നിക്ഷേപമായ സമാധാനമെന്ന പുണ്യമായിരുന്നു.
ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. ഈശോ ഉള്ളിൽ വരണമെന്ന ആഗ്രഹത്തോടെ വിളിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഈശോ കൂടെ ഉണ്ടാകണമെന്ന ബോധ്യത്തോടെ വിളിക്കാം. ഈശോ മാത്രം മതി എന്ന് ആഗ്രഹിച്ചു വിളിക്കട്ടെ. ഈശോ നൽകുന്ന സമാധാനം ആഗ്രഹിച്ചു വിളിക്കട്ടെ. സമാധാനത്തിന് തടസ്സമാകുന്ന എല്ലാ തിന്മകളും വിട്ടുപോകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് അന്ത്യ അത്താഴ സമയത്ത് യേശു തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ സമാധാനത്തെക്കുറിച്ചാണ്. ക്രിസ്തു തന്റെ ഹൃദയത്തിൽ അനുഭവിച്ച സമാധാനവും ശിഷ്യന്മാർക്ക് നൽകിയ സമാധാനവും വളരെ മനോഹരമായി അന്ത്യത്താഴത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ആ ഒരു തിരുവചന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാമത്തെ തിരുവചനം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. ആരാണ് നൽകുന്നത്? ആരാണ് സമാധാനം നൽകുന്നത്? ഈശോയാണ്. എന്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എന്നിട്ട് യേശു പറയുകയാണ്, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. എന്താണ് ലോകത്തിന്റെ സമാധാനത്തിന്റെ പ്രത്യേകത? എന്താണ്? അത് കടന്നു പോകുന്നതാണ്, അല്ലെ? ശാശ്വതമായിട്ട് നിലനിൽക്കുന്നതല്ല, അതിനൊരു പൂർണ്ണതയില്ല. അതുകൊണ്ട് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ലത്തീൻ ഭാഷയിൽ മനോഹരമായ ഒരു ചൊല്ലുണ്ട്, ഒരു വാചകമുണ്ട്, റേസ് ക്ലാമാത് ഡോമിനോ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട ഒരു വസ്തു അതിന്റെ യജമാനന് വേണ്ടിയിട്ട് കരയുന്നു. നമ്മുടെ ഒരു പേന നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ പേന അതിന്റെ ഉടമസ്ഥന് വേണ്ടിയിട്ട് കരയുന്നു എന്നാണ്. നമ്മുടെ നഷ്ടപ്പെട്ട വസ്തുക്കള് യജമാനന് വേണ്ടി കരയുന്നു. അപ്പോൾ നഷ്ടപ്പെട്ട വസ്തു തിരിച്ചു കിട്ടുകയോ അത് ഇല്ലാതിരിക്കുകയോ ചെയ്യാം, കിട്ടാതിരിക്കുകയോ ചെയ്യാം. ഇവിടെ ശിഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടത് എന്താ? സമാധാനമാണ് നഷ്ടപ്പെട്ടത്. അവർ അസ്വസ്ഥരാണ്, അവർ ഭയപ്പെടുകയാണ്. കാരണം യേശു തന്റെ വേർപാടിനെ കുറിച്ചും തന്റെ പീഡാസഹനത്തെക്കുറിച്ചും തന്റെ കടന്നുപോകലിനെ കുറിച്ചും യേശു വ്യക്തമായിട്ടുള്ള സൂചനകൾ നൽകിയത് കൊണ്ടാണ് ശിഷ്യന്മാർ അസ്വസ്ഥരായത്, ദുഃഖിതരായത്. അപ്പോൾ ശിഷ്യന്മാർക്ക് നഷ്ടപ്പെട്ടത് ലോകത്തിന്റെ കാഴ്ചപ്പാടിലുള്ള സമാധാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ മനസ്സ് നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് കരയുകയാണ്. ഇവിടെ യേശു ലോകത്തിന്റെ സമാധാനത്തിനു പകരം തന്റെ സമാധാനമാണ് നൽകുന്നത്. ഒരിക്കലും നഷ്ടപ്പെടാത്ത, ഒരിക്കലും കൈമോശം വരാൻ സാധ്യതയില്ലാത്ത തന്റെ സമാധാനമാണ് യേശു തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്നത്. അവരുടെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട്, പ്രതിവിധി കണ്ടെത്തിക്കൊണ്ട് യേശു പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. ഇത് ലോകം നൽകുന്ന, ലോകത്തിന്റെ കാഴ്ചപ്പാടിലുള്ള സമാധാനമല്ല. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട എന്ന് യേശു പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് ഓരോ പ്രശ്നങ്ങളിലൂടെയും അസ്വസ്ഥമാകുമ്പോൾ, നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടുമ്പോൾ അതിന്റെ പ്രതിവിധി ആരാ? കർത്താവ് തന്നെയാണ്. വിശ്വാസത്തോടെ കർത്താവിനെ സമീപിക്കുവാനും അവൻ തരുന്ന സമാധാനം സ്വീകരിക്കുവാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആത്യന്തികമായിട്ട് പരിഹരിക്കപ്പെടും. നമ്മുടെ അസ്വസ്ഥതകൾ, പ്രതിസന്ധികൾ പരിഹരിക്കാൻ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈശോയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അവനൊരിക്കലും നമ്മെ കൈവടിയില്ല എന്ന ഉറച്ച വിശ്വാസം, ബോധ്യം നമുക്കുണ്ടാകണം. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. മനസ്സു തുറന്ന് വിളിക്കട്ടെ.
എല്ലാ പ്രശ്നങ്ങളും സമർപ്പിച്ചുകൊണ്ട് വിളിക്കട്ടെ. ഈശോയേ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആഗ്രഹിച്ചു വിളിക്കട്ടെ. ഈശോയേ, കർത്താവ് നൽകുന്ന സമാധാനം ആഗ്രഹിച്ചു വിളിക്കട്ടെ. ഈശോയേ, മനസ്സ് സ്വസ്ഥമാകട്ടെ. ഈശോയേ, കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ. ഈശോയേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ തന്റെ ശിഷ്യന്മാർക്ക് സമാധാനം നൽകുന്നത് പെസഹാ വിരുന്നിന്റെ അല്ലെങ്കിൽ ഒടുവിലത്തെ അത്താഴത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അത് ഈശോ കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസമാണ്. ഈശോ ശിഷ്യന്മാരോട് അസ്വസ്ഥരാകേണ്ട, എന്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ യേശു കടന്നു പോകുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. യേശു കടന്നു പോകുന്ന മാനസിക സംഘർഷം, പിരിമുറുക്കം, ടെൻഷൻ ഏതു തരത്തിലുള്ളതാണെന്ന് നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടതാണ്. ആ പെസഹാ രാത്രിയിൽ താൻ ബന്ധിക്കപ്പെടുമെന്നും തെരുവീഥിയിലൂടെ വലിച്ചിഴക്കപ്പെടുമെന്നും ന്യായാസനത്തിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുമെന്നും ഈശോയ്ക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. പിറ്റേ ദിവസം തന്റെ ശരീരം ആണികളും കൊളുത്തുകളും ഈയക്കട്ടകളും കൂട്ടിക്കെട്ടിയ ചാട്ടവാറുകൊണ്ട് അതിക്രൂരമായി അടിക്കപ്പെടുമെന്ന് ഈശോയ്ക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. ഭാരമേറിയ കുരിശും വഹിച്ചുകൊണ്ട് കാൽവരിയിലേക്ക് കയറേണ്ടി വരുമെന്നും താൻ നഗ്നനാക്കപ്പെടുമെന്നും കാരിരുമ്പാണികളാൽ തന്റെ കരങ്ങളിലും കാലുകളിലും അടിച്ചു കയറ്റപ്പെടുമെന്നും താൻ ക്രൂശിക്കപ്പെടുമെന്നും അതിദാരുണമായി കൊല്ലപ്പെടുമെന്നൊക്കെ ഈശോയ്ക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു. അങ്ങനെ അറിയാവുന്ന ഒരു മനുഷ്യന്റെ മാനസിക സംഘർഷം എന്തുമാത്രമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. പ്രിയപ്പെട്ടവരെ, തന്റെ പീഡാസഹനം മുഴുവൻ ഇങ്ങനെ കൺമുമ്പിൽ കാണുന്ന യേശുവിന്റെ മാനസിക സംഘർഷം, ആന്തരിക വ്യത എത്രമാത്രമാണെന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്നതിനും അപ്പുറമാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ഈശോ വളരെ ശാന്തനായി, സ്വസ്ഥനായി, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്. ഈശോ നേരിടുന്ന അതിദാരുണമായ അവസ്ഥയ്ക്കും നേരിടേണ്ടി വരുന്ന പീഡാസഹനങ്ങൾക്കും ഒന്നിനും ഈശോയുടെ ഹൃദയത്തിലെ സമാധാനത്തെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഈശോയുടെ ഉള്ളിലെ സമാധാനം അവിടെ കൂടുതലായിട്ട് പരിപോഷിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ചോദിച്ചോട്ടെ, നമുക്ക് സംഭവിക്കുവാനിരിക്കുന്ന ഒരപകടത്തെക്കുറിച്ച് നമ്മൾക്ക് മുൻകൂട്ടി അറിവ് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ സമാധാനത്തിന് എന്ത് സംഭവിക്കും? അല്ലേ? നാളെ നിങ്ങൾ മരിക്കുമെന്നൊരു മുന്നറിയിപ്പ് ലഭിച്ചാൽ ഇന്നിവിടെ ആവിലാസത്തിന് വരുവാ? നിങ്ങൾ വരുവോ? ഒരിക്കൽ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ഓറട്ടറിയിലെ കുട്ടികളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോൺ ബോസ്കോ പുണ്യാളൻ കുട്ടികളോട് ചോദിച്ചു, ഇപ്പോൾ ലോകം അവസാനിക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും? കുട്ടികളോടാണ് ചോദ്യം. അപ്പോൾ ഒരുവൻ പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയെ കാണാൻ ഓടും. വേറൊരു കുട്ടികളാണല്ലോ. വേറൊരുവൻ പറഞ്ഞു, ഞാൻ മുറിയിൽ പോയി ഒളിച്ചിരിക്കും. വേറൊരുത്തൻ പറഞ്ഞു, ഞാൻ പള്ളിയിലേക്ക് ഓടും. ഒരുത്തൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കും. ഡൊമിനിക് സാവിയോ പറഞ്ഞു, ലോകം അവസാനിച്ചു കൊള്ളട്ടെ, ഞാൻ കളിച്ചുകൊണ്ട് തന്നെയിരിക്കും. ഞാൻ കളിച്ചുകൊണ്ട് തന്നെയിരിക്കും. അതായത് ചെയ്യുന്ന കാര്യം ഞാൻ തുടർന്നു കൊണ്ടേയിരിക്കും. ഡൊമിനിക് സാവിയ ഒരു കുട്ടിയാണെങ്കിലും ഒരിക്കലും അസ്വസ്ഥനായില്ല. അമ്മയെ കാണാൻ ഓടിപ്പോകുന്നില്ല, മുറിയിൽ ഒളിച്ചിരിക്കാൻ പോകുന്നില്ല, പള്ളിയിലേക്ക് ഓടുന്നില്ല. ഞാൻ കളിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ചെയ്യുന്ന ജോലി എന്താണോ അത് തന്നെ തുടർന്നു കൊണ്ടിരിക്കും. അതാണ് ഡൊമിനിക് സാവിയോ പറഞ്ഞത്. നാളെ ലോകം അവസാനിക്കുമെന്നറിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന പിള്ളേരൊക്കെ എന്ത് ചെയ്യും? പുസ്തകമൊക്കെ മടക്കി വെക്കും. സന്തോഷമാവും അല്ലേ?
ലോകം അവസാനിച്ചാലും വേണ്ടില്ല, പരീക്ഷ എഴുതണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, താൻ നാളെ മരിക്കുമെന്നും നാളെ തന്നെ കാത്തിരിക്കുന്നത് വലിയ പാടുപീഡകളാണെന്നും ഇന്ന് തന്റെ ജീവിതത്തിന്റെ അവസാന ദിവസമാണെന്നറിഞ്ഞിട്ടും ഈശോ വളരെ ശാന്തനായി തന്റെ പ്രവർത്തികൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാ. ഈശോ വളരെ ശാന്തനായി യാതൊരു വിധത്തിലുള്ള ഭാവവ്യത്യാസവുമില്ലാതെ താലത്തിൽ വെള്ളമെടുത്ത് തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നു. അവൻ അപ്പമെടുത്തു വാഴ്ത്തി ശിഷ്യന്മാർക്ക് നൽകുന്നു. പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. പരസ്പര സ്നേഹത്തിന്റെ കൽപ്പനകൾ നൽകുന്നു. പ്രബോധനങ്ങൾ നൽകുന്നു. സമാധാനം നൽകുന്നു. അങ്ങനെ ചെയ്തു തീർക്കേണ്ട പ്രവർത്തികൾ ഒന്നുപോലും വിട്ടുകളയാതെ എല്ലാം ചെയ്തു തീർക്കുകയാണ് ഈശോ തന്റെ ജീവിതത്തിന്റെ അവസാനത്തെ മണിക്കൂറിലും. ഈശോയുടെ സമാധാനത്തെ തകർത്തു കളയുവാൻ ഒരു പ്രതികൂല സാഹചര്യത്തിനും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ഫലമായ സമാധാനത്തിന്റെ പ്രത്യേകത. പ്രതിസന്ധികൾക്കും പ്രതികൂല സാഹചര്യങ്ങൾക്കും അവരെ തളർത്തിക്കളയുവാനായിട്ട് സാധിക്കില്ല. അവരെ നിരാശ ഒരിക്കലും കീഴടക്കുകയില്ല. അവർ അസ്വസ്ഥരാകില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ ചുറ്റുമുള്ളവരെ സ്വസ്ഥതയിലേക്ക് നയിക്കുവാനും അവർക്ക് സാധിക്കുന്നു. യേശു ഇത്രമാത്രം ആന്തരിക വ്യഥ അനുഭവിക്കുമ്പോഴും ശിഷ്യന്മാരെ കുറിച്ചാണ് കരുതൽ. അവർക്കാണ് സമാധാനം നൽകുന്നത്. ചെയ്തു തീർക്കേണ്ട പ്രവർത്തികളാണ് ചെയ്തു തീർക്കുന്നത്, അല്ലാതെ അസ്വസ്ഥരായിട്ട് ഓടി നടക്കുകയില്ല. ഇതെല്ലാവർക്കും സാധിക്കില്ല. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അവസാനിക്കുന്നത് ഒരു മുന്നറിയിപ്പോടെയാണ്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. യേശു തുടർന്ന് പറയുകയാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. കർത്താവ് നൽകുന്ന മുന്നറിയിപ്പാണ്. നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, പക്ഷേ നമ്മൾ അസ്വസ്ഥരാകേണ്ട, നമ്മൾ ധൈര്യമായിരിക്കുക. കാരണം നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടത് യേശുവിലാണ്. വചനമൊക്കെ ഇത്രമാത്രം വ്യക്തമായിട്ടും ക്ലിയറായിട്ടും പറയുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ സമാശ്വാസം കണ്ടെത്തുന്നത് എവിടെയാ? ഈശോയിലാണോ? ആണോ? ഹിമാലയം കീഴടക്കിയ മനുഷ്യന് സ്വന്തം പ്രശ്നങ്ങളെ കീഴടക്കുവാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെ? ചന്ദ്രനെയൊക്കെ കീഴടക്കിയ മനുഷ്യന് സ്വന്തം ജീവിതത്തിലെ നിസ്സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുവാനോ കീഴടക്കുവാനായിട്ടോ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നിനു പിറകെ മറ്റൊന്നായി ഒഴിയാബാധകൾ നമ്മെ വരിഞ്ഞു മുറുക്കുമ്പോൾ, പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ വരുമ്പോൾ, ആകുലതകളും അസ്വസ്ഥതകളും നമ്മെ തളർത്താതിരിക്കാൻ, നമ്മുടെ ജീവിതം വഴിമുട്ടാതിരിക്കാൻ നമ്മൾ സമാധാനം കണ്ടെത്തേണ്ടത് കർത്താവിലായിരിക്കണം. മറ്റു വഴികളല്ല നമ്മൾ തിരയേണ്ടത്. ലോകത്തിന് നമ്മെ രക്ഷിക്കുവാനോ നമ്മുടെ പ്രശ്നം പരിഹരിച്ചു തരാനോ സാധിക്കുകയില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ലോകത്തെ കീഴടക്കിയ, പ്രതിസന്ധികളിൽ വിജയിച്ച, കുരിശിനെ നേരിട്ട ക്രിസ്തുവിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ സമാധാനം കണ്ടെത്തി സ്വസ്ഥത അനുഭവിക്കേണ്ടത്. കർത്താവ് നൽകുന്ന മുന്നറിയിപ്പ് നമ്മെ സമാധാനത്തിൽ ജീവിക്കാൻ, കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുവാനായിട്ട് നമുക്കൊരു ജീവപാഠമാകട്ടെ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. അധരം തുറന്ന് വിളിക്കട്ടെ, സമാധാനം നൽകുന്ന ഈശോയേ. ലോകത്തെ കീഴടക്കിയ ഈശോയേ. ആകുലതകളിൽ, അസ്വസ്ഥതകളിൽ പരിഹാരമായവനെ,
വചനത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നവനെ, ഈശോയേ ഞങ്ങളെ കുറിച്ച് കരുതലുള്ളവനെ, ഈശോയേ നമ്മുടെ എല്ലാ മനോവേദനകളും സമർപ്പിച്ചു വിളിക്കട്ടെ. ഈശോയേ മനസമാധാനം ആഗ്രഹിച്ചു വിളിക്കട്ടെ. ഈശോയേ ഹല്ലേലൂയ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കുരിശു വഹിച്ചു കൊണ്ടുപോകുന്ന നേരത്തുള്ള ഈശോയുടെ സമാധാനം നമ്മെ അതിശയിപ്പിക്കുന്നതാ. ക്ഷീണിച്ചവശനായി മുന്നോട്ട് നടക്കാൻ ശക്തിയില്ലാതെ ഒരു മനുഷ്യൻ അനുഭവിക്കുവാൻ പറ്റുന്ന തീവ്രവേദനയിലൂടെ കടന്നു പോകുമ്പോഴും അധരങ്ങളിൽ പരാതിയില്ലാതെ, ചിന്തയിൽ പോലും തിന്മ വിചാരിക്കാതെ, അങ്ങനെയുള്ള ഈശോയുടെ ശാന്തത പ്രിയപ്പെട്ടവരെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈശോ അനുഭവിക്കുന്ന സമാധാനം നമ്മളൊക്കെ വിചാരിക്കുന്നതിനും അപ്പുറമാണ്. വേദനയോടെ കുരിശു വഹിക്കുമ്പോൾ, വേദനയും ദുഃഖവും കടന്നു വരുമ്പോൾ സമാധാനം നഷ്ടപ്പെടാതെ എങ്ങനെ നിലനിർത്താമെന്ന് യേശു നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അതികഠിനമായ പ്രയാസങ്ങൾ, വേദനകൾ ഉണ്ടാകുമ്പോൾ മനസമാധാനം നഷ്ടപ്പെടാതെ എങ്ങനെ പ്രതിസന്ധികളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതല്ല, ആ പ്രതിസന്ധികളെ എങ്ങനെ നേരിടാമെന്നുള്ള പാഠമാണ് ഈശോ തൻ്റെ ജീവിതത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, പീഡകളിലൂടെയൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ കുരിശ് യാത്രയിൽ സങ്കടകരമായ പല കൂടിക്കാഴ്ചകളുമുണ്ട്. ദുഃഖിതയായ പരിശുദ്ധ അമ്മയെ കർത്താവ് കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തന്റെ ചോരയും വിയർപ്പുമുള്ള മുഖം തുടയ്ക്കാൻ വരുന്ന വെറോനിക്കായുടെ തുവാലയിൽ തന്റെ മുഖം പതിപ്പിച്ചു കൊടുക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. വെറോനിക്കായെ കണ്ടുമുട്ടുന്നുണ്ട്. തനിക്ക് വേണ്ടി കരയുന്ന ഓർസലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് ഈശോ സഹിക്കുമ്പോഴും ആ സങ്കടങ്ങളുടെ മധ്യേ അപരന്റെ വേദനകളെ കാണുവാനായിട്ട് ഈശോയ്ക്ക് കണ്ണുണ്ടായിരുന്നു. അവരെ ആശ്വസിപ്പിക്കുവാനുള്ള മനസാന്നിധ്യം ഈശോയ്ക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, നമ്മുടെ സഹനങ്ങൾക്കിടയിലും അപരന്റെ വേദന കാണാനും ആശ്വസിപ്പിക്കുവാനും പരിഹാരം കണ്ടെത്തിക്കൊടുക്കുവാനും കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലമായ സമാധാനമുണ്ടാകണം. നമ്മൾ അസ്വസ്ഥത അനുഭവിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കാൻ പറ്റുമോ? കുടുംബത്തിലുള്ള ആർക്കും നമ്മൾ സമാധാനവും സ്വസ്ഥതയും കൊടുക്കില്ല. അങ്ങനെ കൊടുക്കണമെങ്കിൽ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലമായ സമാധാനം ഉണ്ടാകണം. സ്വയം മറന്ന് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെങ്കിൽ, മനസമാധാനവും സ്വസ്ഥതയും കൊടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ഫലമായ സമാധാനം സമൃദ്ധമായി ഉണ്ടാകണം. നമ്മുടെ ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ നമ്മുടെ ദുഃഖത്തിൽ നമ്മെ ആശ്വസിപ്പിക്കാൻ വരുന്നവരെ പോലും നമ്മൾ ശത്രുക്കളായി കരുതുകയും അവരെ വേദനിപ്പിച്ച് മടക്കി അയക്കുകയാകും നമ്മൾ ചെയ്യുക. ഒരു വല്യപ്പന്റെ കാര്യം അറിയാം. ആ വല്യപ്പൻ ഇങ്ങനെ തളർന്നു കിടക്കുക, എണീറ്റിരിക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെ വല്യപ്പനെ കാണാനും ആശ്വസിപ്പിക്കുവാനും അയലത്തെ വീട്ടുകാരൻ വരികയാണ്. അയലത്തെ വീട്ടുകാരനുമായിട്ട് നാളിത്രയും വഴക്കായിരുന്നു. നല്ല ഒരു ചേർച്ചയില്ലായിരുന്നു അവർ തമ്മിൽ, ശത്രുതയിലായിരുന്നു അവർ തമ്മിൽ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഈ വല്യപ്പൻ്റെ ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ അയാൾ പഴയതെല്ലാം മറന്ന് അയൽക്കാരൻ ആ വല്യപ്പനെ ഒന്ന് കാണാൻ പോയതാണ്. അപ്പോൾ വല്യപ്പൻ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്, നീ വന്നത് എന്തിനാണെന്ന് എനിക്കറിയാം അല്ലേ, ഞാനിങ്ങനെ തളർന്നു കിടക്കുന്ന കണ്ട് സന്തോഷിക്കാനല്ലേ നീ വന്നത്. പ്രിയപ്പെട്ടവരെ, ഉള്ളിൽ സമാധാനമുള്ളവർക്ക് മാത്രമേ നമ്മളെ സമാശ്വസിപ്പിക്കാൻ വരുന്നവരെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ ഉള്ളിലെ നന്മകളെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ നന്മ ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മളിങ്ങനെ പിച്ചും പയ്യൊക്കെ പറയും. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ആശ്വാസദായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. അങ്ങേ സമാധാനം അങ്ങേ സമാധാനം ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. ഞങ്ങളിൽ നിക്ഷേപിക്കണമേ. ജീവിത ദുഃഖങ്ങളിൽ ജീവിത ദുഃഖങ്ങളിൽ സമാധാനം അനുഭവിക്കുവാൻ സമാധാനം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ആശ്വാസം നൽകാൻ ആശ്വാസം നൽകാൻ കൃപ നൽകണമേ. കൃപ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ഫലമായ സമാധാനം വളരെ തെളിമയോടെ വെളിപ്പെടുന്ന സ്ഥലമാണ് കാൽവരിമല. കുരിശിന്റെ വഴിയിൽ മാത്രമല്ല, അനങ്ങാൻ പറ്റാതെ കുരിശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുമ്പോഴും ഈശോ തന്റെ ഘാതകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ജീവിതം അവസാനിക്കുവാൻ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഒരിക്കലും അവസാനിക്കാത്ത സമാധാനത്തിന്റെ ബാക്കി പത്രമാണ് ഈശോയുടെ ജീവിതത്തിൽ ഈശോയുടെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലും നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ചോദിച്ചോട്ടെ, നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും കഠോരമായ സമയത്ത്, തീവ്ര ദുഃഖത്തിന്റെ സമയത്ത് ഒരാളോട് ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ നിന്റെ ഉള്ളിൽ അത്യാഘാതമായ സമാധാനമുണ്ടാകണമെന്ന് നീ വല്ലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഹൃദയത്തിൽ സമാധാനമില്ലാത്തവനാണ് കുരിശിൽ കിടക്കുന്നതെങ്കിൽ അവന്റെ വായിൽ നിന്ന് വരുന്ന വാചകങ്ങളൊക്കെ എന്തായിരിക്കുമെന്ന് നമുക്കറിയാം, നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ കൊല്ലുന്നവരെ നോക്കി എന്തൊക്കെയായിരിക്കും പറയുക. ചില സിനിമയില്ല, അങ്ങനെയൊക്കെ നാടകങ്ങളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 3 പേർ ഒരേ ദിവസം ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് കുരിശിലേറിയവരാ. ഒരാൾ സ്വസ്ഥമായി മനസമാധാനത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് സ്വന്തം രക്ഷ ഉറപ്പുവരുത്തി. യേശു തന്റെ സഹനത്തിലൂടെ, കുരിശുമരണത്തിലൂടെ, മനസമാധാനത്തിലൂടെ ലോകത്തെ മുഴുവൻ വീണ്ടെടുത്തു. തന്റെ കുരിശുമരണത്തിലൂടെ കുരിശിൽ കിടന്ന് അസ്വസ്ഥനായ മറ്റൊരു കള്ളന്, സ്വസ്ഥതയില്ലാതെ ബഹളമുണ്ടാക്കിയവന് അവന്റെ സഹനം കൊണ്ടോ കുരിശുമരണം കൊണ്ടോ ആർക്കും ഒരു ഉപകാരവും ഉണ്ടായില്ല, ആർക്കും ഉപകരിച്ചില്ല. ഹൃദയത്തിൽ സമാധാനം കാത്തു സൂക്ഷിക്കുന്ന ഈശോ ആരെയും വിട്ടുകളയുന്നില്ല. തന്നോടൊപ്പമുണ്ടായിരുന്ന നല്ല കള്ളനോട് ഈശോ പറഞ്ഞു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. ഈശോ മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ളവനായിരുന്നു, ആരെയും വിട്ടുകളയുന്നില്ല. സ്വന്തം വേദനയുടെ സമയത്ത് പോലും, കുരിശിൽ വേദന അനുഭവിക്കുന്ന സമയത്തും ഈശോ ചിന്തിക്കുന്നത് ഒരാത്മാവിനെ കൂടെ ദൈവരാജ്യത്തിന് നേടിയെടുക്കുവാൻ, ഒരാത്മാവിനെ കൂടെ ദൈവരാജ്യത്തിനു വേണ്ടി നേടിയെടുക്കുവാനായിട്ടാണ് ഈശോ ആഗ്രഹിക്കുന്നത്. കുരിശിൽ ചലിക്കാൻ പറ്റാതെ കിടക്കുമ്പോഴും, മരണം അടുക്കുമ്പോഴും ഈശോ ശാന്തതയോടെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ഓരോന്നായി പൂർത്തീകരിക്കുകയാ. തന്റെ പ്രിയപ്പെട്ട അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചും യോഹന്നാനെ തന്റെ അമ്മയിൽ ഭരമേൽപ്പിച്ചും ഈശോ തന്റെ ഉത്തരവാദിത്വം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ ഏൽപ്പിച്ച എല്ലാ ജോലിയും പൂർത്തിയാക്കി, ഒന്നും ബാക്കി വയ്ക്കാതെ എല്ലാ ഉത്തരവാദിത്വവും നിറവേറ്റി വലിയ ആന്തരിക സമാധാനത്തോടെ, പിതാവേ, അങ്ങേക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ഈശോ ശാന്തനായി മരിക്കുന്നു. തൻ്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസത്തിലും അവസാന സെക്കൻഡിലും ഈശോയുടെ ഉള്ളിലെ സമാധാനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോയില്ല. ചിലരൊക്കെ അങ്ങനെയാ മരിക്കുന്നത്. വേറെ ചിലരുണ്ടല്ലേ,
ചിലരൊക്കെ മരിക്കുന്നതായിട്ട് വളരെ അസ്വസ്ഥരായിട്ട് മരിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ മരിക്കുന്നതെല്ലാം ICUയിലും വെന്റിലേറ്ററും ഒക്കെ ആയതുകൊണ്ട് അതൊന്നും കാണാൻ ആരുമില്ല. ചിലരൊക്കെ അസ്വസ്ഥരായിട്ട് ജീവിതം അവസാനിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സഹനങ്ങളും ഈശോയുടെ പാടുപീഡകളും നമുക്ക് ഉണർത്തുപാഠങ്ങളാണ്. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധിയിൽ, ദുഃഖസഹനങ്ങളിൽ എങ്ങനെ നമ്മുടെ മനസ്സിനെ ശാന്തമായി സൂക്ഷിക്കാമെന്നും, ദുഃഖസഹനങ്ങളിൽ ഉത്തരവാദിത്വത്തെ, കടമകളെ എങ്ങനെ മനസമാധാനത്തോടെ നിറവേറ്റാമെന്നും, പ്രതികൂല സാഹചര്യങ്ങളിൽ, തീവ്ര ദുഃഖത്തിന്റെ വേളകളിൽ മനസമാധാനത്തോടെ എങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് കരുണയും കരുതലുമുള്ളവരുമാകാമെന്നും, എങ്ങനെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാമെന്നുമാണ് ഈശോ തൻ്റെ കുരിശിന്റെ വഴിയിലൂടെയും കുരിശ് മരണത്തിലൂടെയും നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ഈശോ അനുഭവിച്ച ഈ സമാധാനമാണ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ ഈ മനോഭാവം നമുക്കെല്ലാവർക്കും പാഠമാണ്. നമ്മളൊക്കെ പഠിച്ചു ജയിക്കേണ്ട പാഠങ്ങളാണ്. ഞങ്ങളുടെ സെമിനാരി പഠനകാലത്ത് കേട്ട് തഴമ്പിച്ചൊരു പദമാണ് ശാന്തത എന്ന് പറയുന്നത്. അല്ലെ, മനസ്സിന്റെ സ്വസ്ഥത. പ്രാർത്ഥനയ്ക്കൊരുങ്ങുമ്പോൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒരുങ്ങാൻ നേരത്ത് ഗുരുവച്ചൻ പറയും, മനസ്സിനെ ശാന്തമാക്കുക, മനസ്സിനെ ശാന്തമാക്കുക. മനസ്സ് ശാന്തമായാലേ സ്വസ്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കണമെങ്കിൽ, മെഡിറ്റേഷൻ നടത്തണമെങ്കിൽ, തിരുവചനം വായിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിന് സ്വസ്ഥതയുണ്ടാകണം, ശാന്തതയുണ്ടാകണം. അതുപോലെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഗുരുവച്ചൻ പറയും, മനസ്സിനെ ശാന്തമാക്കുക, അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഉപേക്ഷിക്കുക, അനാവശ്യമായിട്ടുള്ള വായനകൾ ഉപേക്ഷിക്കുക, നന്നായിട്ട് അതുപോലെ ടെൻഷൻ ഒഴിവാക്കുക. മനസ്സ് ശാന്തമായി മാത്രമേ സ്വസ്ഥമായിട്ട് പഠിക്കുവാനും സ്വസ്ഥതയോടുകൂടി പരീക്ഷ എഴുതുവാനുമായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. അതുപോലെ ഏതെങ്കിലും മറ്റ് സെമിനാരിക്കാരുമായിട്ട് ബാസ്കറ്റ്ബോൾ മത്സരം, അങ്ങനെയൊക്കെ മത്സരങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ട്രെയിനിങ് തരാനായിട്ട് വരുന്ന കോച്ചും പറയും, എന്താണ്? മനസ്സിനെ സ്വസ്ഥമാക്കി വെക്കുക. സ്വസ്ഥമായിട്ട് കളിച്ചാലേ, അല്ലെ, സ്വസ്ഥതയുണ്ടെങ്കിൽ മാത്രമേ, മനസ്സിന് ശാന്തതയുണ്ടെങ്കിൽ മാത്രമേ നല്ല കളികളൊക്കെ പുറത്തെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മത്സരങ്ങളിൽ ജയവും തോൽവിയുമല്ല പ്രധാനം, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി കളിക്കണമെന്നുള്ളതാണ്. അതിന് മനസ്സിന് സ്വസ്ഥത ആവശ്യമാണ്. ഇല്ലെങ്കിൽ കളിക്കളത്തിലൊക്കെ ഇടിയൊക്കെ കിടക്കണം ഇട്ടിട്ടില്ലേ? എന്തുകൊണ്ടാണ്? ഈ സ്വസ്ഥത ഇല്ലാത്ത കൊണ്ടാണ്, മനസ്സ് ശാന്തമല്ലാത്തത് കൊണ്ടാണ്. അപ്പോഴൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കളിക്കണമെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞത്, ജയവും തോൽവിയുമല്ല, സമാധാനത്തോടെ തോക്കുക, സമാധാനത്തോടെ ജയിക്കുക, മനസ്സിന്റെ സ്വസ്ഥത. അപ്പോൾ മത്സരത്തിൽ തോറ്റാൽ അതിനെ ഉൾക്കൊള്ളാൻ ശാന്തമായ മനസ്സിന് സാധിക്കും. ഇന്ന് പിള്ളേർ തോറ്റു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഉൾക്കൊള്ളാൻ പറ്റാത്തത്? ആ മനസ്സമാധാനം ഇല്ലാത്തത് കൊണ്ടാണ്. തോൽവിയെ ജയിക്കുന്ന വിജയമന്ത്രമാണ് മനസ്സിന്റെ ശാന്തത എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ശാന്തത, ഞാനിപ്പോൾ പറഞ്ഞ ഈ ശാന്തത, അത് ശാശ്വതമായ ശാന്തതയല്ല. അത് ഒരിക്കൽ അവസാനിക്കുന്നതാണ്. പരീക്ഷ കഴിയുമ്പോൾ തീരും, പ്രാർത്ഥന കഴിയുമ്പോൾ തീരും, അല്ലെങ്കിൽ മത്സരം കഴിയുമ്പോൾ ഈ മനസ്സിന്റെ ശാന്തതയും ഒക്കെ അവസാനിക്കും. പ്രിയപ്പെട്ടവരെ, ചില ചിത്രകാരന്മാരൊക്കെ നല്ല രീതിയിൽ ചിത്രം വരയ്ക്കുവാനായിട്ട് അവരെന്താ ചെയ്യുന്നത്? മനസ്സിനെ ശാന്തമാക്കും. ആ ചിത്രരചന പൂർത്തിയായി കഴിയുമ്പോൾ ചിലപ്പോൾ 1 മാസം എടുക്കും, 2 മാസം എടുക്കും, ചിലപ്പോൾ 1 വർഷം എടുക്കും. ആ ചിത്രരചന പൂർത്തിയായി കഴിയുമ്പോൾ ആ ശാന്തത അവിടെ അവസാനിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകുന്ന സമാധാനം, ശാന്തത, സ്വസ്ഥത എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്തതാണ്. ഈ സമാധാനമാണ്, ഈ മനസ്സിന്റെ സ്വസ്ഥതയാണ് അന്ത്യ-അത്താഴ സമയത്ത് ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്നത്. അത് ലോകത്തിന് നൽകാൻ പറ്റാത്ത സമാധാനമാണ്. അത് പൂർണ്ണമായ ഒരു കംപ്ലീഷനുള്ള സമാധാനമാണ്.
ഹാലേലുയ, ഹാലേലുയ. പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കുകയാണ് കൊളോസുസാർക്കുള്ള ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ തിരുവചനം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചിടാം. പൗലോസ്ലീഹ പറയുന്നു, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പറയാം, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത്. അപ്പൊ നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടത് എന്താണ്? സമാധാനമാണ്. ആരുടെ സമാധാനം? ക്രിസ്തുവിന്റെ സമാധാനമാണ് നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ ഭരിക്കുന്നത് എന്താ? സമാധാനമില്ല. നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നത് വെറുപ്പാണോ, വിദ്വേഷമാണോ, പകയാണോ, പ്രതികാരമാണോ? എന്താണോ നമ്മളെ ഭരിക്കുന്നത്, അതാണ് നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. പൗലോസ്ലീഹ പറയുന്നു, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളെ ഭരിക്കട്ടെ. അങ്ങനെ ക്രിസ്തുവിന്റെ സമാധാനമാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്താ വരുന്നത്? എന്തു വരും? നമ്മുടെ ഹൃദയത്തിൽ നിന്നും സമാധാനമാണ് പുറത്തേക്ക് വരുന്നത്. മറ്റുള്ളവരെ സമാധാനിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് കണ്ണുകളടക്കാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ ഫലമായ സമാധാനം നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാൻ ഈ ലോകത്തിലെ ദുരിതങ്ങൾക്കോ ക്ലേശങ്ങൾക്കോ രോഗങ്ങൾക്കോ പീഡനങ്ങൾക്കോ ഒന്നിനും സാധിക്കുകയില്ല. കാരണം അത് ഈശോ നൽകുന്ന സമാധാനമാണ്. അത് ഈശോയുടെ ഉള്ളിലുണ്ടായിരുന്ന സമാധാനമാണ്. അത് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയവന്റെ സമാധാനമാണ്. അത് സഹനങ്ങൾ നേരിട്ടവന്റെ സമാധാനമാണ്. അത് ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവന്റെ സമാധാനമാണ്. എല്ലാം ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളും പൂർത്തിയാക്കിയവന്റെ സമാധാനമാണ്. തൻ്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് തലചായിച്ച് ശാന്തമായി മരിച്ചവന്റെ സമാധാനമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ആകുലതകളിൽ അങ്ങയുടെ സമാധാനം ഞങ്ങളിൽ നിറയട്ടെ. ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം സമാധാനപരമായി പരിഹരിക്കപ്പെടട്ടെ. കരങ്ങളുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ.